TDP ഇന്ത്യ മുന്നണിയിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് എൻ ചന്ദ്രബാബു നായിഡു. TDP NDAയുടെ ഭാഗമെന്നും മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിന് ഉപാധികൾ വയ്ക്കാനാണ് TDPയുടെ നീക്കമാലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിലും TDP വലിയ വിജയം നേടിയതോടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ആന്ധ്രയിൽ 25-ൽ 21 പാർലമെന്റ് സീറ്റും NDA സഖ്യം തൂത്തുവാരിയതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ കിങ് മേക്കറുടെ റോളിലാണ് എൻ ചന്ദ്രബാബു നായിഡു. നായിഡുവുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ ആശയവിനിമയം നടത്തിയതും അതിനാലാണ്. എന്നാൽ അഭ്യൂഹങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് എൻ ചന്ദ്രബാബു നായിഡു. താൻ NDAയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയുമില്ലെന്നും പ്രഖ്യാപനം. വമ്പൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ NDAയിൽ നായിഡു നിർണായക ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. ആന്ധ്രയ്ക്കു പ്രത്യേക പദവിയും ക്യാബിനറ്റിൽ സുപ്രധാന പദവികളും വിലപേശി വാങ്ങാനാണ് നീക്കം. NDA കൺവീനർ സ്ഥാനം ഉറപ്പിക്കും. സ്പീക്കർ പദവിക്കും അവകാശവാദം ഉന്നയിച്ചേക്കും. ചന്ദ്രബാബു നായിഡുവിനെ കൂടാതെ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണും NDA യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. TDPക്കു സമാനമായ ഉപാധികൾ പവൻ കല്യാണും മുന്നോട്ട് വയ്ക്കും. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ 9 രാവിലെ 11:53 അമരാവതിയിൽ നടക്കും. 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ചന്ദ്രബാബു നായിഡുവിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. സത്യപ്രതിജ്ഞയ്ക്കു ശേഷമായിരിക്കും മന്ത്രിമാരെയും വകുപ്പുകളെയും തീരുമാനിക്കുക. നാരാ ലോകേഷും പവൻ കല്യാണും TDP ജനസേന സർക്കാരിന്റെ നിർണായക സ്ഥാനങ്ങൾ അലങ്കരിക്കും. ഇന്ത്യ മുന്നണിയിലേക്കെന്ന അഭ്യൂഹം പൂർണ്ണമായി തള്ളുകയാണ് ചന്ദ്രബാബു നായിഡു. താൻ NDAയുടെ ഭാഗമെന്നും ഡൽഹിയിലേക്ക് പോകുന്നത് NDA യോഗത്തിൽ പങ്കെടുക്കാനെന്നും ചന്ദ്രബാബു നായിഡു അസന്നിഗ്ധമായി പറഞ്ഞു. ഇനി അദ്ദേഹം NDAയിൽ ഏത് പൊസിഷനിലായിരിക്കും അവതരിക്കുകയെന്ന് കാത്തിരുന്നു കാണണം. ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയിലെ വസതിയിൽ നിന്നും അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.